സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ചിത്രം JSAക്ക് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചതിൽ പ്രതികരണവുമായി FFK ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. സിനിമയുടെ പേര് മാത്രമല്ല, കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണമെന്നാണ് കേന്ദ്ര സെൻസർ ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയുമായി സംസാരിച്ചു. അദ്ദേഹം നേരിട്ട് ഇടപെട്ടിട്ടും മാറ്റമില്ലെന്ന് പറഞ്ഞു. കേരളത്തിലെ സെൻസർ ബോർഡ് കണ്ട് പൂർണ്ണ തൃപ്തിയായ ചിത്രമാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. 96 ഇടങ്ങളിലുള്ള സുരേഷ് ഗോപി തന്നെ ജാനകി എന്ന് പേര് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാറ്റാനാകുമോ? വിഷയത്തിൽ FFK പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നേക്കാം. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? നമുക്ക് പേരിടാൻ പറ്റില്ലേ? കഥാപാത്രങ്ങൾ ഹിന്ദു ആണെങ്കിൽ ഏതെങ്കിലും ദൈവത്തിൻ്റെ പേരായിരിക്കും. എനിക്ക് സ്വന്തം പേര് പോലും ഇടാൻ പറ്റില്ലേ? മലയാള സിനിമയിലെ വില്ലന്മാരുടെ പേര് നോക്കൂ. വളരെ ഗുരുതരമായ പ്രശ്നമാണിത്, സംവിധായകൻ B ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് പറഞ്ഞു. ഇതുപോലെ നേരത്തെ പത്മകുമാർ സംവിധാനം ചെയ്ത സിനിമയ്ക്കും സമാന പ്രശ്നം ഉണ്ടായിരുന്നു. അതിലെ കഥാപാത്രത്തിൻ്റെ പേര് ജാനകി എന്നായിരുന്നു. അതും മാറ്റണമെന്ന് പറഞ്ഞു. അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് നൽകിയിരുന്നു. ഈ ഒരു സിനിമയിൽ 19 വർഷങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി വീണ്ടും വക്കീൽ വേഷം അവതരിപ്പിക്കുന്നു. സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് അഭിനയിക്കുന്ന ചിത്രം എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇടവേളയ്ക്ക് ശേഷം അനുപമ പരമേശ്വരൻ മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ്. ജാനകി എന്ന ടൈറ്റിൽ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ദിവ്യപിള്ള, ശ്രുതി രാമചന്ദ്രൻ എന്നിവരും നായികയാണ്. ജൂൺ 27-ന് ചിത്രം റിലീസ് ചെയ്യാനിരിക്കെ കഴിഞ്ഞ ദിവസമാണ് JSKക്ക് പ്രദർശനാനുമതി നിഷേധിച്ചെന്ന വാർത്തകൾ പുറത്തുവരുന്നത്. ഹൈന്ദവ ദൈവത്തിൻ്റെ പേരാണ് ജാനകി എന്നും ഇത് മാറ്റണമെന്നുമാണ് സെൻസർ ബോർഡിൻ്റെ നിർദ്ദേശം. സുരേഷ് ഗോപി നായികയായി പ്രവീൺ നാരായൺ രചനയും സംവിധാനം നിർവഹിക്കപ്പെടുന്ന കോർട്ട് റൂം ത്രില്ലർ ചിത്രമാണ് JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.